ജിസേൽ ആര്യൻ ടോപ്പിക്. സംഭവം ഒരു നാണം കെട്ട ടോപ്പിക് ആണെന്നുണ്ടെങ്കിലും സീസൺ 7 ഏറ്റവും റേറ്റിംഗ് കിട്ടിയ ടോപ്പിക് അല്ലെങ്കിൽ എപ്പിസോഡ് ആയിരിക്കും ഇന്നത്തെ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു നാണം കെട്ട കേസാണ് സംഭവം. പക്ഷേ ആർക്കൊക്കെ ആരുടെ ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിലവിൽ ബിഗ് ബോസ് വീടിനുള്ളിലും പുറത്തും നിലനിൽക്കാണ്. ഇപ്പൊ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പോലും ഒരു ഡബിൾ മൈൻഡ് ഉണ്ടാവും. അനു ഈ പറഞ്ഞത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന ഒരു വിഭാഗം പേരും, അല്ല അനു പറഞ്ഞത് ശരിയാണ് അവരങ്ങനെ കണ്ടിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന കുറച്ചു പേരും അനുവിന്റെ ഫാൻസിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ ഈ ഒരു വിഷയത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആര്യനും ജിസേലും തമ്മിലുള്ള ആ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്. അവർക്ക് പരസ്പരം ഇഷ്ടം തോന്നി അല്ലെങ്കിൽ അവിടെ കിസ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ജിസേൽ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, അവിടെ റെനെ ഫാത്തിമ അവരൊക്കെ എടുത്ത് സംസാരിക്കുന്ന സമയത്ത് നൂറയുടെ അടുത്ത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അവിടെ ജിസേല്, എന്റെയും മാരേജ് കഴിഞ്ഞിട്ടില്ല, ആരിന്റെയും മാരേജ് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒരു മടിയുമില്ല. ഇപ്പൊ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്കത് ഹേർട്ട് ചെയ്തത്, അത് ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കട്ടെ എന്ന് ജിസേൽ അവിടെ പറയുന്നുണ്ട്. ജിസേൽ ചെയ്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, ആര്യനും ചെയ്തില്ല എന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതുപോലെ തന്നെ അനുമോളും ഉറച്ചു നിൽക്കുന്നു, അവര് ചെയ്തു എന്നുള്ള കാര്യത്തിൽ. ഇവിടെയാണ് പ്രേക്ഷകരാകെ കൺഫ്യൂഷൻ ആയി പോകുന്നത്. രണ്ടു കൂട്ടരും അതിൽ 100% ഉറച്ചു നിൽക്കുമ്പോൾ ആർക്ക് എവിടെ എന്ത് തെറ്റുപറ്റി എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോ ഞാനിത് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യം, അവർ പുതപ്പിനുള്ളിൽ മൂടിക്കിടക്കുന്നത് നമ്മളും കണ്ടിട്ടുണ്ട്. 1 തവണയല്ല 2 തവണയല്ല, നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുതപ്പിനുള്ളിൽ മൂടിക്കിടന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ആക്ഷൻസും കാണിക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് അനുമോൾക്കുണ്ടായ തെറ്റിദ്ധാരണയാവാം ചിലപ്പോൾ ഇത്. ഇവിടെ ജിസേലും ആര്യനും അങ്ങനെ കിടന്നിട്ടുണ്ട് എന്നുള്ളതും സത്യമാണ്. പക്ഷെ കിസ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, അവിടെ അങ്ങനെ കിടന്ന് കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കാണുന്ന അനുമോൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണയായിരിക്കണം അനുമോൾ ഈ 100% ഉറപ്പാണ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനുള്ള റീസൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് രണ്ടുപേരെയും കുറ്റം പറയാനായിട്ട് ഇക്കാര്യത്തിൽ സാധിക്കില്ല. ഇനിയിപ്പോ എന്തായാലും ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനൊരു ഉത്തരം കണ്ടെത്തട്ടെ, അതാണ് ഇപ്പൊ പറയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇപ്പൊ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന മത്സരാർത്ഥിയാണ് ശൈത്യ. അത് അനുമോള് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവിടെ വന്ന മസ്താനി വന്ന് അനുമോളുടെ അടുത്ത് അത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അവർ തമ്മിൽ തെറ്റുകയും അവിടെ ശൈത്യ ബെഡ് മാറി കിടക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായി. സംഭവം ശരിയാണെന്ന് നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ലാലേട്ടൻ വന്ന് അവിടെ അനുമോളെ ചോദ്യം ചെയ്യുന്ന ആ തുടക്കത്തിലുണ്ടായിരുന്ന ആ എപ്പിസോഡിന് ശേഷം അവിടെ ശൈത്യ നിൽക്കുന്നത് അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്ത് തന്നെയാണ്. അനുമോളുടെ അടുത്ത് കൂടെ നിൽക്കുന്നത് പോലെ നിൽക്കും, അപ്പുറത്ത് പോയിട്ട് അനുമോളുടെ കുറ്റം പറയും, അനുമോളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെയാണ് അവിടെ ശൈത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അനുമോൾക്ക് അത് അറിയില്ലായിരുന്നു. അനുമോള് അത്രയും വിശ്വസിച്ച് അത്രയും സ്നേഹത്തോടെ കൂടെ നിർത്തിയ ഒരാളാണ്. ശൈത്യയുടെ അടുത്ത് അനുമോള് പറഞ്ഞിട്ടുണ്ട്, ദൈവം എനിക്ക് തന്നൊരു ഭാഗ്യമാണ് നീ ബിഗ് ബോസ് വീടിനുള്ളിൽ, അതുകൊണ്ട് എനിക്ക് നീ വേണം എൻ്റെ അടുത്ത് എന്നൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത്രത്തോളം അനു വിശ്വസിച്ച ഒരു വ്യക്തി ബാക്ക് സ്റ്റാബ് ചെയ്യുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ദിവസം കൂടിയായിരുന്നു ഇന്ന്. അത് മാത്രമല്ല, ഈ ഒരു ടോപ്പിക് വന്ന സമയത്ത് അവിടെ വന്നു നിന്ന് ശൈത്യ ആര്യന്റെ ഒപ്പം വന്നു നിന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനൊന്നും കണ്ടിട്ടില്ല, എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജിഷിൻ അവിടെ പറയുന്നുണ്ട്, ആ ശൈത്യനെ കുറിച്ച് കട്ടപ്പ എന്നൊരു വാക്ക് പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഒരു ടോപ്പിക് ഞാൻ മാറ്റി നിർത്താം. ഈ ഒരു ടോപ്പിക്കിൽ ഇപ്പൊ അനുവിനെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ അവിടെ ഇപ്പൊ നൂറയും ആദിലയും ആണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ അവരാകെ കൺഫ്യൂസ്ഡ് ആണ്. അവിടെ എവിടെ നിൽക്കണമെന്ന് മനസ്സിലാവാത്തൊരവസ്ഥയിലാണ് ആദിലയും നൂറയും നിൽക്കുന്നത്. പക്ഷേ അവര് അനുവിനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലാതെ അനുവിന്റെ കുറ്റം പോയി മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് അവൾക്ക് എതിരെ തിരിക്കാനോ അല്ലെങ്കിൽ അവളെ ബാക്ക് സ്റ്റേബ് ചെയ്യാനോ ആദിലയും നൂറയും നിൽക്കുന്നത് നമ്മൾ കണ്ടില്ല. പക്ഷെ ശൈത്യ അങ്ങനെയല്ല. അവിടെയാണ് ശൈത്യയും ആദിലയും നൂറയും തമ്മിലുള്ള വ്യത്യാസം വന്നത്. അതുകൊണ്ട് തന്നെ ശൈത്യമായിട്ട് ഇപ്പോൾ അനുമോൾ ഉടക്കിയിരിക്കുകയാണ്. പക്ഷെ ആദിലയും നൂറയുമായിട്ട് പഴയ ആ ഒരു ഇത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആദിലയുടെ അടുത്ത് വഴക്കിടുകയും അവിടെ നിന്ന് എനിക്ക് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അനുമോള്. പക്ഷെ അവർ പിന്നീട് അത് സംസാരിച്ച് കോംപ്രമൈസും ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് നല്ലതോ ചീത്തയോ എന്തായാലും നല്ലത് ചെയ്താൽ നല്ലതെന്നും ചീത്ത ചെയ്ത് കഴിഞ്ഞാൽ നീ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരൊപ്പം കൂടെ നിൽക്കാനായിട്ട് സാധിക്കണം. അവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വിലക്കാനും അവർ ചെയ്തത്
തെറ്റാണെന്ന് പറഞ്ഞു മനസ്സിലാക്കാനും എന്നിട്ട് അവരുടെ ബാക്ക് സ്റ്റാബ് ചെയ്യാതെ കൂടെ നിൽക്കാനും സാധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യണം. എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ടായിട്ട് തുടരാൻ താല്പര്യമില്ല, നമ്മൾ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ശൈത്യ ചെയ്തിരുന്നത് അതല്ല, ഫ്രണ്ടായിട്ട് കൂടെ നിന്ന് അനുവിനെ ചതിച്ചു. അവിടെയാണ് ശൈത്യ ബാക്ക് സ്റ്റാബ് ചെയ്തു, കട്ടപ്പയാണ് എന്ന് പറയാനുള്ള കാരണം. ഇവിടെ ആദിലെ നൂറയും അവിടെ അനുവിന്റെ ഓരോ തെറ്റുകളും ഓരോ തവണ സംഭവിക്കുമ്പോഴും ചൂണ്ടിക്കാണിക്കാനായിട്ട് അവർ കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു മനസ്സിലാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇപ്പോ ശൈത്യയുടെ ആ കട്ടപ്പ കളി ഇപ്പോ അനുമോള് മനസ്സിലാക്കിയിട്ടുണ്ട്. അനുമോൾക്ക് അത് വിഷമായിട്ട് അവിടെ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. മസ്താനി വന്ന് പറഞ്ഞതിന് ശേഷം പോവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മിണ്ടിയ കരച്ചിലാണല്ലോ അനുവിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആര്യനാണെങ്കിലും അക്ബർ ആണെങ്കിലും അപ്പാനിയാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ലക്ഷ്യം അനു എന്നൊരു ഗെയിമർ തന്നെയാണ്. അവരെല്ലാവരും അവിടെ അനുമോളെ കളിയാക്കി ഭയങ്കര കളിയാക്കി ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടോപ്പിക് ആര്യൻ ജിസേൽ വിഷയത്തിലത്തെ ടോപ്പിക് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ അവിടെ ഒരു ഉത്തരം അവിടെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ അനുമോളെ ആണെങ്കിലും അവരെ ആണെങ്കിലും പുറത്താക്കാം. ബിഗ് ബോസിനെ എന്താ വെച്ചാൽ ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം ഇവിടെ സംസാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഗെയിമിൽ തുടരാൻ താല്പര്യമില്ല, അല്ല ഗെയിമിൽ തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ബിഗ് ബോസിനെ പുറത്താക്കാവുന്നതേ ഉള്ളൂ. ലാലേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ലാലേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കേണ്ടത് ഇതിനൊരു ഉത്തരം പറഞ്ഞ് അവര് അത് സോൾവ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുന്നുണ്ടാവുക. അല്ലെങ്കിൽ അനുമോളെ പിടിച്ച് ത്രൂ ഔട്ട് ഇനിയുള്ള എല്ലാ നോമിനേഷനിൽ ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പാരിനെ ജിസേലിനെ ആണെങ്കിലും ഈ ടോപ്പിക് അല്ലെങ്കിൽ ഇവിടെ വിട്ടേക്ക്, അതൊക്കെ കഴിഞ്ഞ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു ശ്രമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇങ്ങനൊരു ടോപ്പിക് ആയതുകൊണ്ട്, ഒരു വൃത്തികെട്ട ടോപ്പിക് ആയതുകൊണ്ട് ആ ഒരു ടോപ്പിക്കിൽ ഇപ്പൊ ആര്യന്റെ ജിസേലിന്റെ ആ സീനുകളൊന്നും അവർക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ പിന്നെ അവിടെ അനുമോളുടെ അടുത്ത് ഈ വകട്ടൊക്കെ വർത്താനം അവിടെ പറയരുത് എന്ന് പറഞ്ഞിട്ട് അനുമോളെ വിലക്കാനേ സാധിക്കത്തുള്ളൂ, അനുമോളിനെ കുറ്റപ്പെടുത്താനേ ചിലപ്പോൾ സാധിക്കത്തുള്ളൂ. എന്തും സംഭവിക്കാം. അപ്പൊ അത് വീക്കെൻഡിലെ ബിഗ് ബോസ് എന്ത് തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ വക കാര്യങ്ങൾ. അവിടെ എന്ത് നടക്കുന്നു, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ടോപ്പിക് വന്ന സമയത്ത് അക്ബറും ഇവരൊക്കെ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. സദാചാരവാദികൾ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അക്ബറൊക്കെ ഈ ടോപ്പിക്കിനെ ആ ഒരു രീതി എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് തന്നെയാണ് അവർ അക്ബറൊക്കെ സംസാരിച്ചത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ വിഷയമായതുകൊണ്ട്, അവരുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് അവിടെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അക്ബറൊക്കെ. ഇപ്പോ അവിടെ ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്ന് കയറിയ നമ്മുടെ മത്സരാർത്ഥികളുണ്ടല്ലോ 5 പേര്, ആ 5 പേരിൽ എനിക്ക് തോന്നുന്നു സാബുമേനാണ് അവിടെ ഒരു ഗെയിമും ഇല്ലാതെ നിൽക്കുന്നത്. ബാക്കി എല്ലാവരും എന്തെങ്കിലുമൊക്കെ അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും പ്രവീണാണെന്നുണ്ടെങ്കിലും പ്രവീൺ ഇന്ന് അക്ബറായിട്ട് നല്ല അടി കൂടുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം സംഭവിക്കുന്നത്. ആര്യനായിട്ട് അടി കൂടി, പൊതപ്പ് എന്ന് അവിടെ പറഞ്ഞു മസ്താനി. അങ്ങനെയൊക്കെയാണ് അവിടെ അടി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ലക്ഷ്മിയുടെ ഗെയിമൊക്കെ അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ജിഷിനാണെന്നുണ്ടെങ്കിൽ അതിലപ്പുറമായിട്ട് ഇവിടെ ഗെയിം കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ ആ സാബുമോൻ മാത്രമാണ് ഒരു ഗെയിമും ഇല്ലാതെ ഒരു നിഷ്പക്ഷമായിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അക്ബറിന്റെ ഗ്രൂപ്പിന്റെ ഒപ്പമാണ് സാബുമോൻ നിലകൊള്ളുന്നത്. പക്ഷേ അവിടെ എന്താവുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഇങ്ങനെയാണ് സാബു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അധിക കാലം നിൽക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഒന്നിലും പെടാതെ ഒരു അഭിപ്രായവും ഇല്ലാതെ അവിടെ നിൽക്കുന്ന ആ ഒരു ഗെയിം പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. പ്രത്യേകിച്ച് വൈൽഡ് കാർഡായിട്ട് വന്ന മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ അത് പെട്ടെന്ന് അങ്ങ് ഉൾക്കൊള്ളാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തു പോവേണ്ടി വരും. ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ അവരുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. ആ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു കഴിഞ്ഞ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു എന്ന് മസ്താനി അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് സത്യാവസ്ഥ. അവരൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത് ആ ഒരു വ്യക്തി മാത്രമാണ്. ഇപ്പോൾ എന്തായാലും ഈ അനുവിന്റെ ഒരു ടോപ്പിക് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇനി ചർച്ചയാവാനായിട്ട് പോകുന്നത്. അതിനൊരു ഉത്തരം കിട്ടുന്നത് വരെ പ്രേക്ഷകർക്കിടയിലും അനുമോള് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കാണ്. ഈ ഒരു പേരിൽ അനുമോളുടെ ഫാൻ സപ്പോർട്ട് കുറയുമോ അതോ കൂടുമോ എന്നുള്ളത് ഇതിന്റെ സത്യാവസ്ഥയ്ക്ക് അനുസരിച്ചിരിക്കും. ഇപ്പൊ അനുമോളുടെ ഫാൻ സപ്പോർട്ട് അത്യാവശ്യമുള്ളൊരു ആളാണ് അനുമോള്. അതിനി കുറയാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം.